UDF സർക്കാരിന്റെ കാലത്ത് കുടിവെള്ള പൈപ്പ് ലൈനിന്റെ പേര് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന് മന്ത്രി ജി സുധാകരൻ. കരാറുകാരിൽ നിന്ന് ഉന്നതർ 2 കോടിയിലധികം കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല റോഡ് 36 തവണ വെട്ടിപ്പൊളിച്ചെന്നും ഇതിനായി 7 കോടി രൂപ സർക്കാരിന് അധികമായി ചിലവഴിക്കേണ്ടി വന്നെന്നും മന്ത്രി വ്യക്തമാക്കി. 69 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അമ്പലപ്പുഴ തിരുവല്ല റോഡിന്റെ 34 ഭാഗങ്ങളിലാണ് പൂർണ്ണമായിട്ടും റോഡ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത്. UDSFന്റെ പൈപ്പ് ലൈൻ ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡുകൾ കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് മന്ത്രി ജി സുധാകരന്റെ ആവശ്യം. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 69 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന അമ്പലപ്പുഴ തിരുവല്ല റോഡാണ് കുടിവെള്ളത്തിന്റെ പേരിൽ വെട്ടിപ്പൊളിക്കുന്നത്. നിലവിൽ 36 തവണയാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. 7 കോടി രൂപ അധികമായി കരാറുകാരന് ഇതുമൂലം ചിലവഴിക്കേണ്ടി വന്നു. കുടിവെള്ള പൈപ്പിടുന്നതിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടക്കുന്നതായും ഇത് സംബന്ധിച്ച് മുൻ മന്ത്രി PJ ജോസഫിന് 2 തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു. കരാറുകാരനിൽ നിന്നും 22 പേർ 2 കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങിയതായും അവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് തന്റെ കൈവശമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. അതീവ ഗുരുതരമായ രാജ്യദ്രോഹമാണ് UDF പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ മന്ത്രിക്കൊന്നും ഒരു പങ്കില്ല, അദ്ദേഹം വന്നതേ ഉള്ളൂ. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, പണ്ട് PWDക്കാരും വാട്ടർ അതോറിറ്റിക്കാരും ഇറിഗേഷൻകാരും കൈകോർത്ത് പിടിച്ചായിരുന്നു അഴിമതി, എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പം അതല്ല, PWD സാറ് നേരെയാണ്. 22 പേര് ലിസ്റ്റ് വാങ്ങി 30 ലക്ഷം 40 ലക്ഷം ഭീഷണിപ്പെടുത്തി 5 തവണ ഭീഷണിപ്പെടുത്തി ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാൾ 50 ലക്ഷമാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡിന്റെ നിർമ്മാണമാണ് നടന്നത്. എന്നാൽ ഇന്ന് എല്ലാം വെട്ടിപ്പൊളിച്ചതായും മന്ത്രി സൂചിപ്പിച്ചു. കുടിവെള്ളത്തിന്റെ പേര് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പുകൾ നടക്കുന്നതായും മന്ത്രി സൂചിപ്പിച്ചു. നിലവാരമില്ലാത്ത പൈപ്പിടുന്നവരെ തുറങ്കിലടയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UDSMAT രാജ്യദ്രോഹ കുറ്റമാണ് നടത്തിവരുന്നത്. താൻ സർക്കാരിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ വിജിലൻസിന് കത്ത് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പൈപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നതായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന്റെ ആക്ഷേപം. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. കേരള കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. 2ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നു. എന്നാൽ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. ചൊവ്വാഴ്ച ഒരു വട്ടം കൂടി ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തലയും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് KM മാണിയും ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആദ്യഘട്ട ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമാകാതിരുന്നതിനെ തുടർന്നാണ് ഇന്ന് 2ാം ഘട്ട ചർച്ചയിലേക്ക് കടന്നത്. ഇരുവിഭാഗവും മുൻ നിലപാടുകളിൽ ഉറച്ചുനിന്നതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. 2 സീറ്റ് വേണമെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ഉറച്ചുനിന്നു. എന്നാൽ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ചൊവ്വാഴ്ച വീണ്ടും അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുമെന്ന് രമേശ് ചെന്നിത്തല പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ഇനിയും 5-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് വെച്ച് തന്നെ ആലുവയിൽ വെച്ച് ബാക്കി ചർച്ചകൾ ഉണ്ടാകും. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. 5-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ മുൻ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി KM മാണിയും വ്യക്തമാക്കി. ഒരു സീറ്റും കൂടി ആവശ്യമാണ്, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ 5-ാം തീയതിയോടുകൂടി ഞങ്ങൾ ചർച്ച തുടരും. ഇതോടെ UDFൽ പ്രതിസന്ധി രൂക്ഷമായി. എല്ലാ അനുരഞ്ജന സാധ്യതകളും അടഞ്ഞതായാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രതിസന്ധി കേരള കോൺഗ്രസിനുള്ളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഒരു സീറ്റിന് വഴങ്ങേണ്ടി വന്നാൽ ലഭിക്കുന്ന ഏക സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ആവശ്യം. മത്സരിക്കുമെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി PJ ജോസഫും വ്യക്തമാക്കി. പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ നമ്മൾ റിക്വസ്റ്റ് വയ്ക്കും. ചുരുക്കത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന 3ാം ഘട്ട ഉഭയകക്ഷി ചർച്ച UDFന് പൊതുവിലും കേരള കോൺഗ്രസിന് വിശേഷിച്ചും നിർണായകമാവുകയാണ്. സാലി മുഹമ്മദ്, കൊച്ചി. ചിത്രയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ പ്രതികാര രാഷ്ട്രീയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊലക്കത്തി താഴെ വയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവം അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറില്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇത്രയൊക്കെ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടും കൊലപാതക രാഷ്ട്രീയത്തിന് എത്രയും ശക്തമായിട്ട് കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതിനർത്ഥം എന്താ? അപ്പോൾ അത് നിർത്താൻ സന്നദ്ധമാകാൻ എല്ലാ പാർട്ടികളും തയ്യാറാണ്. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്. കോൺഗ്രസ് നിർത്താൻ തയ്യാറുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്.
കൊല്ലം ചിതറയിൽ മഹാദേവർകുന്നിൽ സിപിഐഎം പ്രവർത്തകൻ എം ബഷീറിനെ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 2 സിപിഐഎം പ്രവർത്തകരെയാണ് കോൺഗ്രസ് കൊലപ്പെടുത്തിയതെന്ന് സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ആരോപിച്ചു. ഒരു നാടിനെയാകെ നൊമ്പരത്തിലാഴ്ത്തിയാണ് സിപിഐഎം പ്രവർത്തകൻ എം ബഷീർ വിട പറഞ്ഞത്. അവിവാഹിതനായ ബഷീർ കറതീർത്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബഷീറിന്റെ ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 2 സിപിഐഎം പ്രവർത്തകരാണ് കോൺഗ്രസ് ക്രിമിനലുകൾ കൊലപ്പെടുത്തിയതെന്ന് എസ് സുദേവൻ പറഞ്ഞു. നാട്ടിലുണ്ടാകുന്ന ചെറിയ സംഭവങ്ങളെ വലിയ വ്യാഖ്യാനങ്ങൾ നൽകി സിപിഎമ്മിനെയും LDFിനെയും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഘട്ടത്തിൽ 2 മാസക്കാലത്തിനിടയിൽ സിപിഎമ്മിന്റെ 2 പ്രവർത്തകരെ അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. കൊലക്കത്തി താഴെ വെച്ച് കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട സിപിഐഎം പാർട്ടി പ്രവർത്തകരോട് സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കൊലപാതകിയെ തള്ളിപ്പറയുന്നതിന് പകരം സ്വന്തം തടിയൂരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സിപിഎം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സഖ്യ രൂപീകരണങ്ങളെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. ഇന്നും നാളെയുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്ന പശ്ചാത്തലത്തിലാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നത്. 2 ദിവസമായി നടക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ മാസം 9-ാം തീയതി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി. 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപം നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ബിജെപിയെയും ബിജെപി സഖ്യത്തെയും പരാജയപ്പെടുത്തുക, സിപിഐഎമ്മിന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കുക, കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ വരുന്നത് ഉറപ്പാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. നിലവിൽ സിപിഐഎം ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നില്ല. ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് അനുമതി നൽകിയേക്കും. പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും സിപിഐഎം വിശദമായി വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളം വരണ്ടുണങ്ങുന്നു. സംസ്ഥാനം കൊടും ചൂടിലേക്ക്. സംസ്ഥാനത്ത് കൂടിയ താപനില ശരാശരിയേക്കാൾ 3 ഡിഗ്രി കൂടി. മലബാറിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ വൻ വ്യതിയാനമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുള്ള കനത്ത വരൾച്ചയിലേക്കും ചൂടിലേക്കും കേരളം പോകുന്നുവെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ പകൽ ചൂട് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർച്ചയുണ്ടാകും. മഴമേഘങ്ങളുടെ അഭാവമാണ് കൊടും ചൂടിന് കാരണമാകുന്നതെന്നാണ് മുന്നറിയിപ്പ്. ഇതിന്റെ ഫലമായി സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുകയും സൂര്യാഘാതം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിലവിലെ അനുമാനപ്രകാരം കേരളത്തിൽ പകൽ ചൂട് മലബാർ മേഖലയിലാകും കൂടുതലായി അനുഭവപ്പെടുക. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ ചൂട് 6 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബറിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കനത്ത പ്രളയമഴയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാര്യമായി മഴ ലഭിച്ചിട്ടില്ല. കനത്ത വേനലിന് സൂചകമായി പ്രധാന നദികളെല്ലാം ഇതിനോടകം വറ്റി വരണ്ടിരിക്കുകയാണ്. ഭൂജലവിതാനം സാധാരണ നിലയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇവയെല്ലാം വരും ദിനങ്ങളിൽ വരാനിരിക്കുന്ന കനത്ത വേനലിന്റെ സൂചകമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ രാത്രികാല ശൈത്യം അതിരൂക്ഷമായ സ്ഥിതിയിലാണ്. പകൽ കടുത്ത ചൂടും രാത്രി അതിശൈത്യവും അനുഭവപ്പെടുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ പ്രവർത്തന സമയം കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആനയ്ക്കടിയിൽപ്പെട്ട് പാപ്പാന് ദാരുണാന്ത്യം. ആലപ്പുഴ ചെന്നിത്തല സ്വദേശി ആനന്ദ് പണിക്കരാണ് ആനയെ കുളിപ്പിക്കുന്നതിനിടെ ആനയ്ക്കടിയിൽപ്പെട്ട് മരണപ്പെട്ടത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? രാവിലെ 9:45 സംഭവം. ചെന്നിത്തല സ്വദേശി അരുൺ പണിക്കരാണ് മരിച്ചത്. ആനയെ കുളിപ്പിക്കുന്നതിനിടെ തെന്നി വീണ് ആനക്കടിയിൽപ്പെട്ട് ആണ് പാപ്പാൻ മരിച്ചത്. ഭാരത വിശ്വനാഥൻ എന്ന ആനയുടെ 1ാം പാപ്പാനാണ് മരിച്ച അരുൺ പണിക്കർ. കുളിപ്പിക്കുന്നതിനിടെ ആനയോട് വലത്തേക്ക് തിരിയാൻ ആവശ്യപ്പെട്ട പാപ്പാൻ ആനയുടെ വലതു ഭാഗത്ത് കാൽച്ചോട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ആന തിരിയുന്നതിനിടെ കാൽ വഴുതി പോയ അരുൺ ആനക്കടിയിൽ അകപ്പെടുകയായിരുന്നു.
ഇതറിയാതെ ആന വലത്തോട്ട് തിരിഞ്ഞ് ഇരുന്നതോടെയാണ് ദാരുണാന്ത്യം ഉണ്ടായത്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആനയെ കുളിപ്പിക്കുന്നതിനടുത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് നടന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യം പുറത്തറിയുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സംഭവ സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനക്കടിയിൽപ്പെട്ട പാപ്പാന ദാരുണാന്ത്യം. ആലപ്പുഴ ചിന്നിത്തല സ്വദേശി ആനന്ദ് പണിക്കരാണ് ആനയെ കുളിപ്പിക്കുന്നതിനിടെ ആനയ്ക്കടിയിൽപ്പെട്ട് മരണപ്പെട്ടത്. വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കത്തോലിക്ക സഭയുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്ന ചർച്ച് ആക്ടിനെ ചൊല്ലി വിവാദം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം. ചർച്ച് ആക്ട് നടപ്പിലാക്കുന്നതിനെപ്പറ്റി സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടും പ്രതിഷേധമറിയിച്ച KCBCയുടെ ഇടയലേഖനം. ഇന്ന് പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിലാണ് ഇല്ലാത്ത ചർച്ച് ആക്ടിനെപ്പറ്റി പരാമർശിക്കുന്നത്. ക്രിസ്തീയ സഭകളുടെ സ്വത്തുവകൾ നിയമം മൂലം സർക്കാർ സ്ഥാപനത്തിന് കീഴിലേക്ക് മാറ്റാൻ യാതൊരു ആലോചനയും നടത്തുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില കോണുകൾ ബോധപൂർവമായി ശ്രമിച്ചു വരികയാണ്. ഇതിനു പിന്നാലെയാണ് മെത്രാൻ സമിതിയും ഇതേ വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബില്ലിന്റെ ആവശ്യകതയും ഉദ്ദേശശുദ്ധിയും സംശയാസ്പദവും ആശങ്കാജനകവുമാണെന്ന് KCBCയുടെ പേരിൽ ഇന്ന് വിവിധ പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നു. സഭയുടെ സ്വത്തുവകകൾ പരിപാലിക്കാൻ ഭരണഘടനയുടെ 26-ാം വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് കാനോൻ നിയമമാണ് ബാധകം. ഇങ്ങനെ പോകുന്നു KCBCയുടെ ഇടയലേഖനത്തിലെ വരികൾ. എന്നാൽ സർക്കാരിന് സഭയുടെ സ്വത്തുവകകൾ കൈവശപ്പെടുത്താൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇങ്ങനൊരു ചർച്ച് ആക്ട് ഇവിടെ നടപ്പാക്കുക എന്ന കാര്യം സർക്കാർ ആലോചിച്ചതേ അല്ല. ഇപ്പൊ അങ്ങനെ ഒരു ആലോചന സർക്കാരിന്റെ മുന്നിലുമില്ല. LDFനെതിരെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ആരും ഉപയോഗിക്കാൻ നോക്കേണ്ട എന്നുള്ളത് കൊണ്ട് ഈ കാര്യം വ്യക്തമാക്കുകയാണെന്ന് മാത്രം. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെല്ലാം വ്യക്തമായിട്ടും ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ പരതും പോലെയാണ് ഇതേ തുടർന്നുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിക്ക് നാണമില്ലേ എന്ന രാഹുലിന്റെ ട്വീറ്റ്. റഫേൽ വിമാനം ഇന്ത്യയിലെത്തുന്നത് വൈകാൻ കാരണം പ്രധാനമന്ത്രി മാത്രമാണ്. കാലഹരണപ്പെട്ട വിമാനം സൈന്യം ഉപയോഗിക്കാൻ കാരണം മോദിയാണ് എന്ന് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. അഭിനന്ദനെ പോലെയുള്ളവർ എന്തിന് ജീവൻ പണയം വെക്കണം? 30,000 കോടി പ്രധാനമന്ത്രി മോഷ്ടിച്ച സുഹൃത്തായ അനിൽ അംബാനിക്ക് നൽകിയെന്നും രാഹുൽ ട്വിറ്ററിൽ വിമർശിച്ചു. റഫേൽ വിമാനം കൂടി ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേട്ടമായേനെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അഹന്തയുടെ രാഷ്ട്രീയമാണ് റഫേൽ വൈകാൻ കാരണമായതെന്നും മോദി വിമർശിച്ചിരുന്നു. ഇതിന്റെ മറുപടിയായാണ് രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്ന BCCI ആവശ്യം ICC തള്ളി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ചർച്ചയെന്നായിരുന്നു ICCയുടെ നിലപാട്. ഇതോടെ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ മത്സരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനം എടുക്കുക. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു BCCI ICCയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ICC ത്രൈമാസ ബോർഡ് യോഗം ആവശ്യം തള്ളി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നും അതിൽ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും ICC ചെയർമാൻ ശശാങ്ക് മനോഹർ വ്യക്തമാക്കി. പാകിസ്ഥാൻ ലോകകപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാനുമായി ഇന്ത്യ മത്സരത്തിന് തയ്യാറാകുമോ അല്ല ബഹിഷ്കരിക്കുമോ എന്നതിൽ കേന്ദ്ര സർക്കാരാകും തീരുമാനമെടുക്കുക. ലോകകപ്പിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കണമോ എന്നത് തീരുമാനിക്കാൻ BCCI കേന്ദ്ര സർക്കാരിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞ പശ്ചാത്തലത്തിലും ഇന്ത്യൻ വൈമാനികനെ പാകിസ്ഥാൻ വിട്ടയക്കുകയും ചെയ്തതിനാൽ ബഹിഷ്കരണ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കില്ലെന്നാണ് വിലയിരുത്തൽ. ജൂൺ 16-നാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം. അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന 2021 T20 ലോകകപ്പിലും 2023 ലോകകപ്പിലും പാക് താരങ്ങൾക്ക് ഇന്ത്യ വിസ നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്നും വിഷയത്തിൽ ICC ഇടപെടണമെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ICCയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിശപ്പ് രഹിത കേരളം പദ്ധതി എന്ന ലക്ഷ്യം കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്താണ് എന്ന് പാതിരാപ്പള്ളിയിലെ സ്നേഹജാലകം ജനകീയ ഭക്ഷണശാല കാണിച്ചു തരുന്നതായി മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. സ്നേഹജാലകം വിശപ്പില്ല സ്നേഹഗ്രാമം പദ്ധതി 1 വർഷം പിന്നിട്ട വേളയിൽ പാതിരാപ്പള്ളിയിലെ ജനകീയ ഭക്ഷണശാലയിലെത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. 2018 മാർച്ച് 3-നാണ് ജനകീയ ഭക്ഷണശാല പാതിരാപ്പള്ളിയിൽ തുടങ്ങിയത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഒരാളും പട്ടിണി കിടക്കരുത് എന്ന സർക്കാർ തീരുമാനമാണ് പദ്ധതിക്ക് പിന്നിൽ. ഇവിടെ എത്തുന്നവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം. പണമില്ലെങ്കിലും ആരും പിടിച്ചു വെക്കില്ല. ഭക്ഷണശേഷം നമുക്ക് ഇഷ്ടമുള്ള തുക പെട്ടിയിലിടാം. അതിലൂടെ വിശക്കുന്ന ചില വയറുകളുടെ വിശപ്പ് കൂടി മാറും. ഈ ആശയമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. പട്ടിണി എന്ന തീവ്ര നൊമ്പരത്തെ മുന്നിൽ കണ്ട
പാതിരാപ്പള്ളിയിലെ 52 കുടുംബങ്ങൾക്ക് ഒരു വർഷമായി 2 നേരത്തെ ഭക്ഷണം ഇതിന്റെ സംഘാടകർ സൗജന്യമായി വീട്ടിലെത്തിച്ച് നൽകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 24,59,603 രൂപയാണ് ഇവിടെ ലഭിച്ചത്. മറ്റ് സഹായങ്ങൾ വേറെയും. സർക്കാർ സഹായമില്ലാതെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 83,86,780 രൂപ സ്നേഹജാലകം പദ്ധതി വഴി മാത്രം ലഭിച്ചു. പ്രളയകാലത്തും ഭക്ഷണശാല ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. ഒരു വർഷം പൂർത്തിയായ പദ്ധതി കാണാൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നേരിട്ടെത്തി. ഭക്ഷണം കഴിക്കാനെത്തിയ അരൂർ MLAക്ക് ഭക്ഷണം വിളമ്പിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഭക്ഷണശാലയുടെ ആവശ്യം വളരെ ലളിതമാണ്. ഓരോരുത്തരും അവരുടെ ആവശ്യം അനുസരിച്ച് കഴിക്കാം, ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് നൽകാം. അന്ന് ഒത്തിരി പേര് പറഞ്ഞു ഇത് ആരംഭ സ്വീകരണത്തിനപ്പുറം പോകത്തില്ല. ഇതൊരു വർഷം പിന്നിടുമ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം ധരിക്കുന്ന ആളുടെ ബാഹുല്യം നോക്കൂ. ഇവിടെ വരുന്നവർക്ക് പുറമെ ഏതാണ്ട് 60ഓളം വീടുകളിൽ കുണ്ടിയെന്ന് എത്തിക്കുന്നുണ്ട് ഭക്ഷണം. പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് മീൻകറി അടക്കമുള്ള സ്വാദിഷ്ടമായ ഊണ്, ഇടയ്ക്ക് കപ്പ, കാച്ചിൽ, ചേമ്പ് എന്നിങ്ങനെ നാട്ടിലെ മുന്തിയ ഭക്ഷണശാലകളെ വെല്ലുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ഈ ജനകീയ ഭക്ഷണശാലയിലുള്ളത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.